ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ചായ കാച്ചിക്കൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. അപ്പം ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അരി അരച്ചിട്ടുള്ള ഒരു ദോശയില്ലേ, ആ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അരി ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി ജാറിലേക്ക് മാറ്റണം. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ, ചായക്ക് കാലി ചായക്കൊക്കെ നേരി പൊടിയേ ഇടുള്ളൂ. ഇന്നൊക്കെ ഗ്യാസിൻ്റെ കംപ്ലൈൻ്റൊക്കെ ആയിട്ട് ചെറിയ നേരിയ പൊടിയേ ഇവിടെ പറ്റുള്ളൂ. അപ്പം ഈ അരി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അത് ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ഞാൻ ആ ദോശ ചുടുന്നത്. അപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ട് അങ്ങനെ ചുടുക. അപ്പോൾ ഇതിൻ്റെ പിടിക്കുന്ന കൈയൊക്കെ നഷ്ടമായിപ്പോയാണ്. അപ്പം ഇങ്ങനെ കമ്പി പിടിച്ചിട്ട് ചുറ്റിച്ചെടുക്കുക ചെയ്യലിട്ട് ഞാൻ. അതെനിക്കൊരു എളുപ്പമായിട്ട് തോന്നി. അപ്പം ഇങ്ങനെ എണ്ണയൊക്കെ വരട്ടിട്ട് കമ്പി പിടിച്ച് ചുറ്റിച്ചു കൊടുക്കും. ഇനി നമുക്ക് അകമൊക്കെ ഒന്ന് അടിച്ചു വരാം. അപ്പം മുറ്റം ഇമ്മാണ് അടിക്കുക കേട്ടോ. മുറ്റം അടിക്കാൻ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഐസുട്ടനും ഇറങ്ങും. അപ്പോൾ പിന്നെ അവിടെ പെയ്യുന്ന മഴയും വെയിലും ഒക്കെ കൊള്ളും. അപ്പോൾ പിന്നെ മുറ്റം ഇമ്മടിക്കും, അത് ഞാൻ അടിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ചോറിന് വെള്ളം വെക്കാം. ഞങ്ങളിവിടെ പുറത്താണ് കേട്ടോ ചോറ് വെക്കുക. കഴിഞ്ഞും കറിയും വരും പുറത്ത്. ബാക്കി ഈ രാവിലത്തെ ചായൻ്റെതൊക്കെ ഉള്ളിൽ ഗ്യാസുമ്മൽ ആയിട്ട് വരും. പിന്നെ അത് ഐസുട്ടൻ്റെ കുറച്ച് തമാശക്കളികളും കുട്ടിക്കുറുമ്പ് കളികളും ഒക്കെ അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന്. അവർക്ക് ഈ കട്ടുമ്മൽ കയറിയാൽ ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിക്കാൻ കേട്ടോ. പക്ഷെ അത് കാണാൻ ഒരാൾ നിൽക്കും വേണം, ഒറ്റക്കാൾ നിന്ന് കളിക്കില്ല. അവൻ്റെ കളി കാണാനിങ്ങനെ കൂടെ ഒരാൾ എപ്പോഴും ഇങ്ങനെ നിന്നാൽ അവനക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ ഇപ്പോൾ ആൾ ബെഡിലൊക്കെ ഒറ്റയ്ക്ക് കയറാൻ തുടങ്ങി. ഒറ്റയ്ക്ക് കയറാൻ അവൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അടിയിൽ അവൻ്റെ ഡ്രസ്സ് വെക്കണ കൊട്ടുണ്ട്, അത് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് അതിമ ചവിട്ടിയിട്ട് കയറും. ചില സമയത്തൊക്കെ തലയിടിച്ച് വീഴുകയൊക്കെ ചെയ്യും. പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇനി പോയി കയറും. പിന്നെ അവിടെ കയറിയിട്ട് അത് ആ സ്വിച്ച് ബോർഡുമ്മലാണ് ആളെ കളി. അതിന് സമയം കഴിഞ്ഞാൽ അത് ഇതേമാതിരി കിടന്നിട്ട് അങ്ങോട്ടും ഉരുണ്ടൊക്കെ കളിക്കും. അപ്പോൾ അവൻ്റെ കളി അവിടെ നടക്കട്ടെ, അത് നോക്കി നിന്നാൽ നമുക്ക് ടൈം പോകും. അങ്ങനെ തിരുമ്പാനുള്ള ഞാൻ മെഷീനിൽ കൊണ്ടുവന്നു. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ മുകളിൽ വെക്കണ വെച്ചാൽ അവനെ പേടിച്ചിട്ട് വെക്കുന്ന കേട്ടോ. മുകളിൽ അവൻ അതെടുത്ത് 4 വൈക്ക് അങ്ങോട്ട് കിടും. അപ്പം ആ കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കേൾക്കാണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ കേൾക്കണം. ആളവിടെ എൻ്റെ ബാക്കിൽ ഇങ്ങനെ കളിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചോറിന് തീയൊക്കെ മൂട്ടി. പിന്നെ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ അവനെ ഞാൻ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നു. ഇനി ഞാനൊന്ന് ഉറക്കണം, എന്നിട്ട് ബാക്കി പരിപാടി. ഉറങ്ങുന്നൊന്നും അറിയില്ല. അത് ആൾ ദേഷ്യം പിടിച്ചാലുള്ള പരിപാടികളാണിത്. കിടന്ന് ഉരുണ്ട് മറയുക, അങ്ങനത്തെ പരിപാടികൾ, വൈഡിരിക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടികൾ. അപ്പോൾ ഇത് അവനെ ഞാൻ ഉറക്കി വന്നതാണ്. അപ്പോൾ ഇത് അവൻ്റെ പമ്പേഴ്സും അവൻ്റെ മൂത്രത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ പുറത്തുനിന്ന് കല്ലുമെന്നാണ് ഒലുമ്പി അലക്കിയൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ മെഷീനിൽ കൊണ്ടുവരും. അപ്പോൾ അതൊന്ന് അതിലിടണം. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വേഗം ഒന്നിച്ചാൽ പിന്നെ ചായ കുടിക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പം അതിൻ്റെ ഇടയിൽ 2 ദോശയും ഇന്നലത്തെ ചിക്കൻ്റെ കറിയും ഉണ്ടായിരുന്നു, അത് കൂട്ടിയിട്ട് ഞാൻ ചായ കുടിച്ചിട്ടു. അപ്പം ഇന്ന് നമുക്ക് ചോറിന് കറിയായിട്ട് ഇത് അയക്കോറിൻ്റെ കുട്ടികളാണെന്നാണ് ഇതിന് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, മീൻ്റെ പേരൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പം ഇത് കറി വെക്കണം. എന്താവും പാടെന്ന് അറിയില്ല. അവൻ നീച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മുറുക്കിയും വെക്കും, ചിലപ്പോൾ ഉമ്മ മുറുക്കിയും വെക്കും. ഒക്കെ അവൻ്റെ രീതിക്കനുസരിച്ചാണ് മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഉമ്മ അരിയൊക്കെ ഇട്ട് ചോറൊക്കെ വെന്ത് ഊറ്റിക്കൊണ്ടുവന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അവൻ രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട പൊരിച്ച പോലെ പൊരിച്ച് വെക്കുക. അവൻ നീക്കുമ്പോഴത്തേന് ആൾ കഴിക്കാനൊക്കെ കുറച്ച് ബാക്കോട്ടാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ആളെ കഴിപ്പിക്കണം. അപ്പം തന്നെ അവിടുന്ന് കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ആളെ നീച്ച് തൊട്ടിലേനെ ഇനി അത് വോയിസ് റെക്കോർഡ് വെക്കുമ്പോൾ ആൾ ബാക്കിൽ നിന്ന് നല്ല കളിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലുള്ള വിളികളാണ് അതൊക്കെ. അപ്പോൾ തന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ആൾ തൊട്ടിലേന്നൊക്കെ നീച്ച് ഇരിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടം അവിടെ നിന്ന് ഇറങ്ങി പോരാ എന്നുള്ളതാണ്.
അപ്പം എനിക്ക് ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റായിട്ട് നിൽക്കണം കേട്ടോ. അത് എനിക്കത് ഭയങ്കര നിർബന്ധമുള്ള കാര്യം. പക്ഷേ ഇവ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ കറിയൊക്കെ കലക്കി അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കണേ. അപ്പോൾ എന്നോട് തേങ്ങ കരച്ച് പാരാൻ പറഞ്ഞാണ്. മീനൊക്കെ മുറിച്ച് വെച്ച് തന്നാണ് കേട്ടമ്മ. അപ്പം അതൊന്ന് ഇളക്കിയൊക്കെപ്പോൾ കറി ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് വേഗം പോയിട്ട് തേങ്ങ ഒക്കെ ചിരണ്ട. അതിൻ്റെ മൂഡിനനുസരിച്ചൊക്കെ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ വേഗം തേങ്ങ ചിരണ്ടി മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇവിടെ നേരെ മുളകിട്ടിട്ട് ലേസും തേങ്ങ അങ്ങനെയൊക്കെ കറി വെക്കട്ടോ. പിന്നെ ആർക്കും എരിവല്ലാണ്ട് പറ്റൂല. അതുകൊണ്ടാണ് കറിയൊക്കെ ഇതിൻ്റെ ഇടയിൽ തിളച്ച് റെഡിയാണ്. അപ്പോൾ ഈ മീനൊക്കെ ഇട്ട് റെഡിയാക്കിയപ്പോൾ തേങ്ങയും കൂടിയാണ് കലക്കി പാരുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അങ്ങോട്ട് പാറുന്നു. ഇനി ഇതൊന്നും കൂടി നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൂടി പച്ച വെളിച്ചെണ്ണ പാരം, അല്ലെങ്കിൽ നേരെ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി ഇട്ട് വറവ് ചെയ്യുക. ഇനി അതും വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഓൾറെഡി അങ്ങോട്ട് കൂട്ടും ചെയ്യാം കേട്ടോ. ഞാൻ ചില ടൈമിൽ വറവ് ചെയ്യും, ചില ടൈമിൽ വറവില്ല അങ്ങനെ. അപ്പോൾ ഇന്ന് നല്ല വെയിലാണല്ലോ, അപ്പോൾ എല്ലാവരും നല്ല ഉണക്കണ തിരക്കിലാട്ടോ. അതൊക്കെ ഞങ്ങൾ അയൽവാസികളാണ് കേട്ടോ. അവർ വെയിലൊക്കെ കണ്ടപ്പോൾ ബെഡൊക്കെ കൊണ്ടുവന്ന് ഇടുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹായങ്ങളാണ് കേട്ടോ. അത് അവരുടെ ബെഡാണ്. അപ്പോൾ ആ ചേച്ചിയും കൂടി വന്നിട്ട് പിടിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. അപ്പോൾ അവർ ഇനിയും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരൊക്കെ സഹായിച്ച് അങ്ങോട്ട് ഇട്ടുകളിട്ടൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ കറി റെഡിയായി. അങ്ങനെ ഞാൻ അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടോ. പുറത്താവുന്ന ഭക്ഷണങ്ങൾ വേവേക്കും ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുവന്ന് വെക്കട്ടോ. കാരണം പൂച്ചയും നായ്ക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ വന്നിട്ടൊന്ന് മാന്തി വെക്കും, എടുത്തോക്കൊക്കെ ചെയ്യട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മെഷീനിലിട്ടൊക്കെ തിരുമ്പി കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി അതൊന്നായിരുന്നു ഒലിമ്പി എടുക്കണം. ഞാൻ കംഫർട്ട് ഇതിലിങ്ങനെ പാർന്നിട്ട് അതിൽ നിന്ന് ഒലിമ്പി എടുക്കുക ചെയ്യാം കേട്ടോ. അതൊന്നായിരുന്നു ഒലിമ്പി എടുത്തിട്ട് ഉണക്കായി ഇടണം. നിങ്ങളൊക്കെ മെഷീനിൽ ഇതുപോലെ ഉണ്ട് ഉണക്കായി ഇടുമ്പോൾ ഇളകി മറിഞ്ഞ് നമ്മളെ കൊള്ള വരും മെഷീനുകൾ. നിങ്ങളൊക്കെ മെഷീൻ ഇതുപോലെയാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കുറേ ഇളകി മറിഞ്ഞ് അതിൻ്റെ ഇടയിൽ കുറേ ഉണങ്ങി അങ്ങനെ ഇളകുന്നതുകൊണ്ട് ഉണക്കം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് അപ്പം ഇനി നമുക്ക് വേഗം തുടയ്ക്കാൻ ഓനും എൻ്റെ കൂടെ കൂടും കേട്ടോ. അങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് എറിഞ്ഞ് അങ്ങനത്തെ കളി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഓനെ പേടിച്ചിട്ടാണ് ഈ സ്റ്റൂളുമ്മൽ ഈ ബക്കറ്റ് കൊണ്ടുവന്ന് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആൾ വല്ലാണ്ട് ഇതിലേക്ക് കയറിയിട്ട് കളിക്കാൻ വരില്ലല്ലോ. അപ്പം അതിൻ്റെ മുകളിൽ കയറ്റിച്ചാൽ ചില ടൈമിൽ പിടിച്ച് വലിച്ച് താഴത്തേക്ക് തള്ളിയിടൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ നന്നാക്കി വൃത്തിയാക്കിയിട്ട് പോയിന് റൂമിൽ ബെഡ്ഷീറ്റും റൂമുമാണ് ഇതെങ്ങനെ ഇതിങ്ങനെ ആക്കിയെടുത്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് നന്നാക്കി എടുക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് വേഗം തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഇതാണ് തുടച്ചെടുക്കാം. ആദ്യമൊക്കെ എൻ്റെ കൂടെ നടക്കുമ്പം വീക്കൂട്ടോ, അങ്ങനെ വീക്കൊക്കെ ചെയ്യും. ഇപ്പോൾ ആൾക്കെന്നെ മനസ്സിലായിക്കണം പതുക്കെ നടന്നാൽ നടക്ക വീണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആളെന്നെ പതുക്കെ നടക്കൂട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഇതാണ് തുടച്ചെടുക്കാം. എന്നിട്ട് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഈ ബെഡൊക്കെ ഒന്നും കൂടി വിരിച്ചിട്ട് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ മാറ്റി വിരിച്ച്. കാരണം അതിൽ മൂത്രത്തിൻ്റെ തുള്ളി ആയിരുന്നോന്നൊക്കെയൊരു സംശയം. അങ്ങനെ അതൊക്കെ മാറ്റി വിരിച്ചിട്ട് അപ്പോൾ ലാസ്റ്റ് ഫൈനൽ കെട്ടാൻ അപ്പോൾ തുടയ്ക്കണം. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കൽ കഴിഞ്ഞിട്ടോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ എൻ്റെ പാല് ഞാൻ കാച്ചില്ല. അപ്പോൾ പിന്നെ അത് വെള്ളം ഒന്ന് വേഗം കാച്ചി വെക്കാൻ വിചാരിച്ച്. അതെപ്പോൾ ഞാൻ പാല് ഗ്യാസിൽ വെച്ച് പോയാലും അത് തിളച്ച് ചിന്തി നാസാവും കേട്ടോ. എപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രം ഞാനത് വേഗം ഗ്യാസ് നോക്കാം. അപ്പോൾ എനിക്ക് കാണാമല്ലോ. മറ്റേ അതവിടെ വെച്ചിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോവും, അതൊന്നായിട്ട് ചിന്തി പണിയാവും. അതാ ഉണക്കിയതൊക്കെ കൊണ്ടുവന്ന് ഞാൻ ചിക്കൻ കേട്ടോ. അപ്പോൾ ഇവൻ്റെ പമ്പേഴ്സ് അതുമാതിരി ഇവൻ്റെ നിക്കർ അങ്ങനത്തെ ഒക്കെ ഞാനിങ്ങനെ കുടയിലാണ് ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഉണങ്ങി കിട്ടും. കുടയിലിട്ട് വേഗം ഉണങ്ങും എന്നുള്ള എൻ്റെ ഉമ്മ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് വേഗം അതിലിട്ട് വെയിൽ പോണേ മുന്നേ ഉണക്കാം. അപ്പോഴത്തേന് ആൾക്ക് ഇവിടെ ഉറക്കിൻ്റെ മസ്തായി വന്നിരിക്കണം. അപ്പോൾ ആൾ അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് ചോറൊക്കെ തിന്ന് വയറൊക്കെ സെറ്റാക്കി വന്നാട്ടോ. അപ്പോൾ ഇനി അവനെ എങ്ങനെയെങ്കിലും വേഗം ഒന്ന് ഉറക്കട്ടെ. അപ്പോൾ അവിടെ നിന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഉറങ്ങിയിട്ടോ. ഇനി ഞാനിവിടെ കിടന്നാൽ ശരിയാവില്ല, പിന്നെ എൻ്റെ പണിയൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ വെല്ല ഇവിടെ നിന്ന് നിൽക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.